ഇത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു കറി എന്ന് പറയുന്നത് പേളിമണി ഉണ്ടാക്കിയ വീഡിയോയിൽ കണ്ടിട്ടുള്ള ഒരു മുട്ടച്ചുരുൾ കറിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് കുക്കറിനകത്ത് പരിപ്പും തക്കാളിയും ഒണിയനും മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് വേവിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 3 വിസിൽ കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിനോട്ടുള്ള ഒരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഞാൻ ഒഴിച്ചത് വെളിച്ചെണ്ണയാണ് കേട്ടോ. വെളിമണി അതിൽ യൂസ് ചെയ്യുന്നത് റൈസ് ബ്രാൻഡ് ഓയിലാണ്. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ഫെനൽ സീഡ്, അതുപോലെ ചെറിയ ഉള്ളി, കുറച്ച് 2-3 വെളുത്തുള്ളിയും അത്രയും ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് ആ കളറൊക്കെ മാറി ഒരു ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ നമുക്ക് അതിനോട്ട് ഒരു 1/2 കപ്പ് നാളികേരം ചേർത്ത് കൊടുക്കാം കേട്ടോ. നാളികേരം ചേർത്തിട്ട് നന്നായിട്ട് ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം കേട്ടോ. നമ്മൾ മുട്ടയ്ക്കൊക്കെ മസാല തയ്യാറാക്കില്ലേ, ഏകദേശം ചിക്കനൊക്കെ വറുത്തരച്ച് വെക്കില്ല, ഏകദേശം ആ ഒരു സ്റ്റൈൽ തന്നെ. അപ്പോൾ അതിലോട്ട് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിനോട്ട് പൊടി ഐറ്റംസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിനോട്ട് 1.5 ടേബിൾ സ്പൂണായിട്ട് മല്ലിപ്പൊടിയും അതേ മെഷർമെൻറ്റിൽ തന്നെ മുളക് പൊടി ആവശ്യത്തിന് എരിവിനനുസരിച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ചേർത്ത ശേഷം നന്നായിട്ട് അതിൻ്റെ റോസ് സ്മെല്ലൊക്കെ പോയിട്ട് വരാനായിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വേറെ പൊടികളൊന്നും അതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഈ ഡിഷ് കുറച്ചുകൂടി മസാലയൊക്കെ ചേർത്ത് ഇംപ്രവൈസ് ചെയ്തിട്ട് നല്ല വേറൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ് കേട്ടോ. ഗരം മസാലയൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടച്ചുരുൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് 4-5 മുട്ട എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഓണിയൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഉപ്പിട്ടുണ്ട്, കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ദോശ പാനിലോ നല്ല സ്മൂത്തായിട്ട് കിട്ടുന്ന ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കിയ ശേഷം നന്നായിട്ട് ഒരു വശം നന്നായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ നമുക്കിത് റോൾ ചെയ്തെടുക്കണം. അങ്ങനെ റോൾ ചെയ്ത് എടുക്കാം കേട്ടോ. റോൾ ചെയ്തെടുത്ത ശേഷം നമുക്കിതിനെ പീസായിട്ട് മുറിച്ച് മാറ്റി വെക്കണം. ഇനി നമുക്ക് കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി വേവിച്ച് വെച്ച പരിപ്പിനെ നമുക്കൊരു പാനിലോട്ട് മാറ്റിയെടുക്കാം. ഇനി അതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ മസാല നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എന്നിട്ട് തിള വന്ന ശേഷം നമ്മൾ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മുട്ട റോള് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് മല്ലിയില ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കാം. ഇത്രയേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ഇതിനെ ഒന്ന് ടേസ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് തിള വന്ന് വരുന്നപ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കറി ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് തോന്നിയത് ഒരുപാട് ക്വാണ്ടിറ്റി തോന്നുന്നുണ്ട്. കാരണം നമുക്ക് ഇതിനകത്തോട്ട് പരിപ്പും ഒണിയനും തക്കാളിയൊക്കെ വേവിച്ച് ചേർത്തുകൊണ്ട് നമുക്കിതിൽ ക്വാണ്ടിറ്റി ഒരുപാടായിട്ട് തോന്നി. അത്യാവശ്യം ടേസ്റ്റ് ഉണ്ട്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ കറിയിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ്. നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും സ്ഥിരമായി ഉണ്ടാക്കുന്നതിനും വ്യത്യസ്തമായൊരു ഡിഷ് പറഞ്ഞു തന്ന പേളിയമാണിക്ക് ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.